കണ്ണൂർ വളപട്ടണത്ത് റെയിൽവേ പാളത്തിൽ വീണ്ടും കല്ല്. വളപട്ടണം കണ്ണപുരം റെയിൽവേ സ്റ്റേഷന്റെ ഇടയിലാണ് കല്ലുകൾ കണ്ടെത്തിയത്. വന്ദേ ഭാരത് കടന്നു പോകുന്ന സമയത്താണ് കല്ലുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കഴിഞ്ഞ ദിവസവും കണ്ണൂർ ഭാഗത്ത് ഇങ്ങനെ പാളത്തിൽ കോൺക്രീറ്റ് പാളി കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോഴിതാ വന്ദേ ഭാരത് കടന്നു പോകുന്ന സമയത്ത് പാളത്തിൽ കല്ല് വെച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? അനിൽ നമ്പ്യാർ, കഴിഞ്ഞ ദിവസമാണ് ഈ കണ്ണൂർ വളപട്ടണത്ത് ഇത്തരത്തിൽ പാളത്തിൽ കോൺക്രീറ്റ് സ്ലാബുകൾ വെച്ച സംഭവം കണ്ടെത്തിയത്. അതിൽ പുറത്ത് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും വളപട്ടണം സ്റ്റേഷനെയും അതുപോലെ തന്നെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെയും ഇടയിലുള്ള പാളത്തിന്റെ മുകളിൽ കല്ലുകൾ വെച്ചതായി കണ്ടെത്തിയത്. വന്ദേ ഭാരത്, അതായത് 3:30-ക്ക് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ട്. ഈ ട്രെയിൻ കടന്നു പോകുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ ഒരു കല്ലുകൾ പാളത്തിൽ കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസും അവിടെയുള്ള RPF ഉദ്യോഗസ്ഥരും ഈ കല്ലുകൾ എടുത്തു മാറ്റുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ വളപട്ടണം സ്റ്റേഷൻ സമീപത്ത് ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് വെച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത്തരം സംഭവങ്ങൾ, അതായത് ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ തുടരുന്നു കണ്ണൂർ ജില്ലയിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത 2 പേരെ പോലീസ് പിടികൂടിയതായും പറയുന്നുണ്ട്. എന്തിനാണ് ഈ കുട്ടികൾ ഇത്തരത്തിൽ കല്ലുകൾ എടുത്ത് അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ലാബുകൾ എടുത്ത് ഈ റെയിൽപാളത്തിൽ വെച്ച് എന്നതിനെ സംബന്ധിച്ച് പരിശോധന നടത്തണമെന്ന് തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും സംഭവം 2 കുട്ടികളാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളതെന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം തുടർച്ചയായി ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ ട്രെയിൻ അട്ടിമറി ശ്രമം നടക്കുന്നത് അത്ര നിസ്സാരമായി കാണാനാകില്ല എന്നൊരു കാര്യം തന്നെയാണ് ഉയരുന്നത്. അനിൽ നമ്പ്യാർ, കണ്ണൂർ വളപട്ടണത്ത് റെയിൽവേ പാളത്തിൽ വീണ്ടും കല്ല്. വളപട്ടണം കണ്ണപുരം റെയിൽവേ സ്റ്റേഷന്റെ ഇടയിലാണ് കല്ലുകൾ കണ്ടെത്തിയത്. വന്ദേ ഭാരത് കടന്നു പോകുന്ന സമയത്താണ് കല്ലുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.